ആഷ്ലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഏതാ? എനിക്കിഷ്ടപ്പെട്ട വചനമാണ് 2 കൊറിന്തോസ് 5:15. ജീവിക്കുന്നവരുടെയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഒരു വചനം കൂടെ പറയാമോ? രണ്ടാമത്തെ വചനം എന്നാ ഇഷ്ടമാണ്, ജീവിക്കാൻ പരിശ്രമിക്കുന്ന വചനമാണ്. ഇങ്ങനെയാണ് 1 തെസ്സലോനി 2:10 അല്ല, വേറെ ഉറക്കത്തിലും ഉണർവിലും അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. വേറെ വചനം പരിശുദ്ധാത്മാവിന്റെ മേൽ വരും, തിരുവനന്തപുരം ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്ക 1:35. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെയാണോ? പിന്നെ കർത്താവിന്റെ ആത്മാവ് ശക്തമായ നിലയിൽ ആവസിക്കും, മറ്റൊരു മനുഷ്യരെ മാറും. ഈ വചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്താ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന കാര്യം? വചനങ്ങൾ പഠിക്കുമ്പോൾ ഉള്ളിൽ ഫീൽ ചെയ്യുന്നതോ, ഞാന് ഇപ്പം നമ്മള് പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, ഒത്തിരി ശക്തി എന്റെ മേൽ ആവസിക്കുന്നത് നമ്മളിങ്ങനെ ഇത് ഈ വചനത്തിൽ ഞാൻ ഈ വചനം എനിക്ക് ആദ്യമേ ഇങ്ങനെ വചനമായിട്ടൊരു ഇതൊരു ചുമ്മാ ഒരു എഴുത്തല്ലേ, എനിക്കിങ്ങനെ വായിക്കാനും കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. അപ്പം ഞാനപ്പോൾ ഈ ബൈബിള് വായിക്കണമല്ലോ, അപ്പം അങ്ങനെ ഒരു സാധനം. പക്ഷെ എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഇതിന് ജീവനുണ്ട്, ഈശോയാണ് ജീവനുണ്ട്, ഇത് പറയുന്നത് ചുമ്മാ പറയുമ്പോൾ അവിടെ ജീവനാണ് എന്നൊക്കെ. അപ്പം ഇതിങ്ങനെ പറയുന്നത് കേട്ട് പയ്യെ ഇത് പരിശുദ്ധാത്മാവിന്റെ പേര് അത്യന്ത ശക്തി ഇതിങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ റിസൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചുമ്മാ. അപ്പം ഞാനിങ്ങനെ മനസ്സിങ്ങനെ കാണും, എൻ്റെ പേര് പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതിന്റെ ശക്തി എൻ്റെ ആവസിക്കും. ഇങ്ങനെ കണ്ട് റിസൈറ്റ് ചെയ്ത് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. ഇമാജിൻ ചെയ്യുമ്പോൾ ശരിക്കും ജീവൻ വരുന്നതായിട്ട് നമ്മളങ്ങനെ സങ്കല്പിക്കുന്നത്, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വചനം വിശ്വസിച്ച് ചെയ്യാന്നുള്ള ഒരു സാധനമാണ്. അപ്പം എല്ലാ ദിവസവും വചനം ചൊല്ലി ഇങ്ങനെ ഞാൻ ഈ 35 സമയം കിട്ടുന്ന സമയത്തൊക്കെ ചെല്ലും അങ്ങനെ. പിന്നെ അറിയാവുന്ന വചനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരുന്നത്. പിന്നെ എനിക്ക് ഒരു സമയത്തുണ്ടായിരുന്നതാണ് ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വചനങ്ങൾ പഠിക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എല്ലാം ആയല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വചനങ്ങൾ പഠിച്ച് അങ്ങനെ ഒരു സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 10 റിസീറ്റ് ചെയ്യും. എനിക്ക് അറിയാവുന്നൊക്കെ ഞാൻ റിസീറ്റ് ചെയ്യും. എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യായിരുന്നു. സമയത്ത് എന്നിട്ട് പിന്നെ പേഴ്സൺ ചെയ്യും. പിന്നെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ഈശോയുടെ പിന്നെ ജപമാലയൊക്കെ ചൊല്ലി അങ്ങനെ ആ ഒരു സമയം അതെല്ലാ ദിവസവും ചെയ്യാറുണ്ട്. വചനം നമ്മുടെ കൂടെ എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ അഭിഷേകത്തിന് അറിയാൻ പറ്റൂലേ? ഈശോ ആണ് നമ്മുടെ കൂടെ. ഇങ്ങനെ ഈശോ വചനം പറയുന്നത് ഈശോ എന്നറിയുള്ളൂ. ഈശോ ഇങ്ങനെ കൂടെ നമ്മുടെ കൂടെ